ചെടി വളർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോയി ഒരു കുഞ്ഞിനെ വളർത്തുന്ന രീതിയിലാണ് ചെടി വളർത്താൻ പറ്റും. ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാന്റുകൾ അവരുടെ വീടുകളിൽ പോയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ അത്താണി ഗ്രാമല എന്ന പ്രദേശത്താണ്. ഇവിടെ ഇത് വരുന്നത് ഡ്രീം ലാൻഡ് എന്ന ഒരു നഴ്സറിയാണ്. ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളുടെ ഒരു വലിയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് റൺ ചെയ്യിക്കുന്നത് ആന്റണി ചേട്ടനും പിന്നെ ചേട്ടന്റെ വൈഫായിട്ടുള്ള ജയ ചേച്ചിയുമാണ്. നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. എന്താണ് ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഇത് എത്ര വർഷമായി ആരംഭിച്ചു? നമ്മൾ ചെറുപ്പം മുതലേ ചെടികളോട് കൂടുതൽ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു. വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നീട് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നപ്പോൾ 10 വർഷം മുമ്പ് ഇതിനോട് നമ്മൾക്കൊരു താല്പര്യം വന്നപ്പോൾ ആദ്യം ലാൻഡ്സ്കേപ്പിങ്ങിന്റെ മേഖലയിലേക്ക് കടന്നു. ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡനിങ്, അതുപോലെ വാട്ടർ ഫൗണ്ടൻ, നാച്ചുറൽ സ്റ്റോൺ പാവിങ്, അങ്ങനെ എല്ലാ വർക്കുകളും സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് ചെടികൾ ക്ലയൻസിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ നമ്മുടെ എക്സ്പീരിയൻസ് അത്ര മോശമായതുകൊണ്ടും പോരാത്തത് കൊണ്ടും നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് ചെറിയൊരു നഴ്സറി ആയിട്ട് ഇവിടെ ആദ്യം 3 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് ഏകദേശം ഒരു 85 സെന്റ് സ്ഥലത്തേക്ക് മൊത്തം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വൈഫാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. വൈഫിന്റെ പേര് ജയ എന്നാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വരുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് കംപ്ലീറ്റ് ഇൻഡോറും സെമി ഇൻഡോറും എല്ലാ ഐറ്റംസും ഉണ്ട് അതിന്റെ അകത്ത്. പ്രത്യേകത നമ്മൾക്ക് കൂടുതലും ഹൗസിൽ വീട്ടിലൊരു വൈബും അതുപോലെ തന്നെ ഇതിനോട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതിനോട് താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾക്ക് ഇതൊരു സർവീസും പ്ലസ് നമ്മുടെ ഒരു ഇഷ്ടവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു കൊണ്ടുപോയി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാ വീടുകളിലും അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാന്റുകൾ അവരുടെ വീടുകളിൽ പോയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ എത്ര പേരുണ്ട് ഇതൊക്കെ നോക്കി നടത്താൻ? ഞാനും എന്റെ വൈഫും പിന്നെ 2 സ്റ്റാഫ് ഉണ്ട് ഓൾറെഡി. പിന്നെ എന്റെ ഈ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 12 സ്റ്റാഫ് ഉണ്ട്. അവരിവിടെ താമസിക്കുന്നുണ്ട് ഓൾറെഡി. ഇപ്പൊ 5 പേര് സൈറ്റിലാണ്. ഇപ്പോൾ ചാവക്കാട് സൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ നാച്ചുറൽ സ്റ്റോണിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര തരം പ്ലാന്റ്സ് ഉണ്ടാവും ഇവിടെ? ഇപ്പൊ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഏകദേശം ഒരു 250-300 വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഫുൾ സ്റ്റോക്ക് നമ്മൾ ചെയ്യാറില്ല. കാരണം ഒരുപാട് ചെടി സ്റ്റോക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ സീസൺ കുറച്ച് ഔട്ടാണ്. അപ്പൊ ഓൾറെഡി സീസൺ സമയത്ത് 2 പ്രാവശ്യം ആഴ്ചയിൽ 2 ദിവസങ്ങളിലും ചെടി ഇവിടെ എല്ലാ ലോഡും വരും. അതിന് തിരക്കുണ്ടാവാറുണ്ട്. ഇതിപ്പോ ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാ? മെയിൻ്റെനൻസ് ചില ചെടികൾക്ക് നല്ല മെയിൻ്റെനൻസ് വരും. ചില ചെടികൾക്ക് നോർമൽ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഓരോന്നിനും ഓരോ തരത്തിലാവുമല്ലോ വാട്ടറിങ്. ഇതിന്റെ അകത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റുകളും വാട്ടറിങ് 4 days കൂടുമ്പോൾ വാട്ടർ ചെയ്യേണ്ട സിസ്റ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് റെയിൻ സിസ്റ്റം മോളിൽ കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പ്രിംഗ്ലർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മഴ പോലെ ആളുകൾക്ക് വരുമ്പോൾ ഒരു അനുഭൂതിയും ചെടികൾക്ക് ഒരു എപ്പോഴും നീർവാഴ്ച പോലെ കിട്ടുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഉള്ള സ്ഥലത്താണെങ്കിൽ അവിടെ വേനൽക്കാലത്ത് നല്ലോണം നനയ്ക്കണം. അവിടെ എല്ലാം ഔട്ട്ഡോർ പ്ലാന്റുകളാണ് ആ ഭാഗത്തിരിക്കുന്നത്. ഇതൊക്കെ ആന്ധ്ര, ഹൈദരാബാദ്, ബാംഗ്ലൂർ. പിന്നെ പൊള്ളാച്ചി, തെങ്ങ്, മാവ് അങ്ങനത്തെ ഐറ്റംസ് പൊള്ളാച്ചി ആ ഭാഗത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വരുന്നത്. പോട്ട്സ് നമ്മുടെ കയ്യിൽ ക്ലേയുടെ പോട്ട്സ് കുറച്ച് കളക്ഷൻസ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ പിന്നെ മറ്റുള്ള പോട്ട്സ് ഉണ്ട്. ആർട്ടിഫിഷ്യലിന്റെ എല്ലാ പ്ലാന്റ്സും ഇതിൽ യൂസ് ചെയ്യും. ക്ലയന്റുകൾക്ക് വേണമെങ്കിൽ ക്ലയന്റുകൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് ആളുകൾ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ച് അവിടെ അവസാനം സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആളുകളുടെ റെസ്പോൺസ് ടോട്ടലി എല്ലാവരും നല്ല ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മുടെ സർവീസ് ജെന്യൂൻ ആണ്. കൂടുതലായിട്ടും നല്ല സർവീസ് ചെയ്യുക. നോർമൽ റേറ്റ് തീരെ ചീപ്പായി ബാർഗൻ റേറ്റിലോട്ട് പോവാറില്ല. എല്ലാ സാധനങ്ങൾക്കും ഒരു ക്വാളിറ്റി റേറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ജയ ചേച്ചിയാണ് ആന്റണി ചേട്ടന്റെ ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ട രീതിയിലുള്ള എല്ലാ ചെടികളും ഇവിടെ വളർത്തി പരിപാലിച്ച് കൊണ്ടു നടക്കുന്നത് അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്? എന്തൊക്കെയാ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചെടികൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ ഭർത്താവിന് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ആ ലാൻഡ്സ്കേപ്പിങ്ങിന് ആവശ്യമുള്ള ചെടികൾ ഞങ്ങൾ ആദ്യം വലുതിലല്ല നമ്മൾ എടുത്തിരുന്നത്, പുറത്തുനിന്ന് ഇറക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് പൈസ വേണ്ടി വരുമായിരുന്നു. ഇപ്പൊ നമ്മള് ചെടികൾ ചെറുതിൽ ഇറക്കിയിട്ട് നമ്മള്
സെറ്റാക്കി വലുതേ ആക്കിയിട്ട് വെക്കും. ആളുടെ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ആവശ്യം വരുമ്പോ ഈ വലുതാക്കിയ ചെടികളൊക്കെ നമ്മൾ അതിലേക്ക് കൊടുക്കും. 10-25 വർഷമായി ആള് ലാൻഡ്സ്കേപ്പിങ്ങിന്റെ മേഖലയില്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നഴ്സറി തുടങ്ങാൻ തന്നെ കാരണം. ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ഏതാ ഇൻഡോർ ഔട്ട്ഡോറിലൊക്കെ? മോൺസ്റ്റർ, പിന്നെ അതേപോലെ തന്നെ ടെർമിനാലിയ, ആ വൈറ്റ്, പിന്നെ നമ്മുടെ ഫൈക്കസിന്റെ പല മോഡലുകളുണ്ട്. അതൊക്കെ വലിയ വലിയ മോഡലുകളൊക്കെ നമ്മള് ഇറക്കി കൊടുക്കുള്ളൂ. നമ്മൾ ഓൾറെഡി നഴ്സറിയിൽ ഇറക്കി വെക്കില്ല. അതിനൊക്കെ ലക്ഷങ്ങൾ വില വരും. ഇവിടെ ഇരിക്കുന്നതിൽ ഇപ്പോ നമുക്കൊരു 10-15 രൂപയ്ക്ക് വില വരുന്ന ഓരോ പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ. സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെ വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് 30 രൂപ 40 രൂപ തൊട്ട്. ഇൻഡോർ ഔട്ട്ഡോർ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അത് നമ്മള് കൃത്യമായി അതിനെ പരിചരിക്കണം. പിന്നെ അതിന് സമയാസമയം അതിന്റെ പ്രോട്ടീൻ മിക്സിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധ ചെലുത്തണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മണ്ണൊന്നും ഉപയോഗിച്ചാൽ പറ്റില്ല. അതിൽ ചകിരിച്ചോറും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പെർലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിന് ഓരോ ചെടികൾക്കും അതിൻ്റെതായ പോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആ പ്ലാന്റ്സിന് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം. വെയിലത്ത് വെക്കേണ്ടതുണ്ട്, വെയിലത്ത് തീരെ കൊള്ളാത്തതുണ്ട്, ചെറിയ വെയിൽ കൊള്ളണതുണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലാണ് ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. പിന്നെ അതിനോടൊരു ഇഷ്ടവും കൂടി ഉണ്ടാവും. ചെടി വളർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോയി ഒരു കുഞ്ഞിനെ വളർത്തുന്ന രീതിയിലാണ് ചെടി വളർത്താൻ പറ്റും. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഡ്രീം ലാൻഡ്, നമ്മുടെ അത്താണി ഗ്രാമല. ഓക്കെ, ഇവിടെ നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ്. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.